നിങ്ങൾക്കറിയാമോ, ഒരു കൊതുക് തിരികത്തിച്ചു വെച്ചുറങ്ങുന്നത് ഏകദേശം 100 സിഗരറ്റുകൾ വലിക്കുന്നതിന് തുല്യമാണെന്ന്? കൊതുക് കടിക്കാതിരിക്കാനാണ് നമ്മളിത് കത്തിക്കുന്നത്. എന്നാൽ ഇത് കത്തുമ്പോൾ PM2.5 എന്നറിയപ്പെടുന്ന അതിസൂക്ഷ്മമായ വിഷപ്പുക പുറത്തുവിടുന്നു. ഈ കണികകൾ വളരെ ചെറുതായതുകൊണ്ട് അവ നമ്മുടെ മൂക്കിലോ തൊണ്ടയിലോ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അവ ശ്വാസകോശത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ ചെറിയ വായു അറകളിൽ തങ്ങി നിൽക്കുന്നു. അടച്ചിട്ട മുറിയിൽ ഈ വിഷാംശങ്ങളുടെ അളവ് കൂടുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇത് ശ്വാസകോശത്തിൽ വീക്കമുണ്ടാക്കുകയും രക്തത്തിലേക്ക് ഓക്സിജൻ എത്തുന്നത് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ദിവസവും രാത്രി ഈ പുക ശ്വസിക്കുന്നത് വിട്ടുമാറാത്ത ശ്വാസമുട്ടലിനും ശ്വാസകോശത്തിന് സ്ഥിരമായ തകരാറിനും കാരണമായേക്കാം. അതുകൊണ്ട് കൊതുകിനെ ഓടിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ശരീരത്തെ അപകടത്തിലാക്കുകയാണ്. അടുത്ത തവണ ഒരു കൊതുക് തിരി എടുക്കുന്നതിന് മുൻപ് ഒരു കൊതുകുവൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്കറിയാമോ, ഒരു കൊതുക് തിരികത്തിച്ചു വെച്ചുറങ്ങുന്നത് ഏകദേശം 100 സിഗരറ്റുകൾ വലിക്കുന്നതിന് തുല്യമാണെന്ന്? കൊതുക് കടിക്കാതിരിക്കാനാണ് നമ്മളിത് കത്തിക്കുന്നത്. എന്നാൽ ഇത് കത്തുമ്പോൾ PM2.5 എന്നറിയപ്പെടുന്ന അതിസൂക്ഷ്മമായ വിഷപ്പുക പുറത്തുവിടുന്നു. ഈ കണികകൾ വളരെ ചെറുതായതുകൊണ്ട് അവ നമ്മുടെ മൂക്കിലോ തൊണ്ടയിലോ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അവ ശ്വാസകോശത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ ചെറിയ വായു അറകളിൽ തങ്ങി നിൽക്കുന്നു. അടച്ചിട്ട മുറിയിൽ ഈ വിഷാംശങ്ങളുടെ അളവ് കൂടുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇത് ശ്വാസകോശത്തിൽ വീക്കമുണ്ടാക്കുകയും രക്തത്തിലേക്ക് ഓക്സിജൻ എത്തുന്നത് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ദിവസവും രാത്രി ഈ പുക ശ്വസിക്കുന്നത് വിട്ടുമാറാത്ത ശ്വാസമുട്ടലിനും ശ്വാസകോശത്തിന് സ്ഥിരമായ തകരാറിനും കാരണമായേക്കാം. അതുകൊണ്ട് കൊതുകിനെ ഓടിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ശരീരത്തെ അപകടത്തിലാക്കുകയാണ്. അടുത്ത തവണ ഒരു കൊതുക് തിരി എടുക്കുന്നതിന് മുൻപ് ഒരു കൊതുകുവൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക.